ഒറിജിനൽ കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ കൂട്ടത്തിൽ ഒരു കൂട്ടർ ആൾക്കാർ പറയുന്നു, ഇന്നലെ ഉണ്ടായ മുജാഹിദീങ്ങൾ പറയുന്നു 6ാമത് സംസ്ഥാന സമ്മേളനം ഞങ്ങൾക്കുണ്ട്. എവിടുന്ന 1.5 മാസമായ സംസ്ഥാന സമ്മേളനം എന്നല്ല പറയേണ്ടത്, എപ്പുണ്ടായതാണ്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുതരാം, ഇതൊക്കെ പറഞ്ഞിട്ട് പറയാതിരിക്കണ്ട. ചില ആൾക്കാർ വിചാരിച്ചു മുജാഹിദീങ്ങൾ തമ്മിൽ അടിച്ചു തീരും, ഇനി നമുക്ക് സ്വൈരായിട്ട് കബർതോട്ടം ഉണ്ടാക്കാനാ ചിലര് വിചാരിച്ചു. നടക്കൂലത്. ശക്തമായി പൊരുതും ആദർശബോധമുള്ള മുഴുവൻ ചുണക്കുട്ടികളും 10 മടങ്ങ് കുതിരശക്തിയോടുകൂടി ഇത്തരത്തിലുള്ള സർവ്വ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ചര്യയുമായൊന്ന് ആയുധമേന്തിക്കൊണ്ട് പോരാടും. വേറെ ഞങ്ങളടുത്ത് ബോംബും വാളൊന്നുമില്ല, ഞങ്ങളെ ഇതിനെ എതിരുവാ. ബോംബ് കൊണ്ടും വാളുകൊണ്ടൊന്നും ഉത്തരം പറയുന്ന പരിപാടി ഞങ്ങൾക്കില്ല. ഞങ്ങൾ എവിടെയും പോയി കലക്കൂല, എവിടെയും പോയി കുഴപ്പമുണ്ടാക്കൂല. സമാധാനപരമായ അന്തരീക്ഷത്തിൽ ഇതിങ്ങനെ പറയും, അതിലേക്ക് ജനങ്ങളങ്ങനെ ക്ഷണിക്കും. അപ്പൊ അത് ചില ആൾക്കാർക്ക് ഞങ്ങളെ കൂട്ടത്തിൽ ചിലർക്ക് തോന്നിയത് ഇങ്ങനെയാണ് പറയണ്ട, അവരാണ് മാറിപ്പോയി, അതുകൊണ്ട് ഇപ്പൊ എന്താ മുജാഹിദ് പ്രസ്ഥാനത്തിൽ വല്ല പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. ആൾക്കാരുടെ ധാരണ എന്താണ്? മുജാഹിദ് പ്രസ്ഥാനത്തിൽ എന്താ പ്രശ്നം? ഒറിജിനൽ കേന്ദ്രന്മാര് പറയുന്നത് മരം വെക്കാൻ പാടില്ല, മറ്റൊരു പറയുന്നത് മരം വെക്കണം. അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, മരത്തിന്റെ വല്ല കുറവുണ്ട് ആ തോട്ടത്തിൽ. ഉള്ള മരം വെട്ടി വെളിപ്പിച്ചിട്ട് ആ കബറ് മുളപ്പിക്കണം. നമ്മൾ പറയണത് എന്ത്? ആവശ്യമുള്ളടത്ത് മരം വെച്ചു. ഇവിടെ ഇപ്പൊ ക്യാമ്പയിൻ നടത്തിയിട്ട് അപ്പൊ നമ്മളൊക്കെ പൊരയിൽ നമ്മളെ വാപ്പപ്പാപ്പന്മാര് പുളിയും തയ്യും അതുപോലെ തന്നെ മാവിന്റെ തയ്യും തെങ്ങുമൊക്കെ മുളപ്പിച്ചതും വെച്ചതും അവര് പൂർവീകരായ ആൾക്കാർ, നമ്മുടെ മുജാഹിദ് പണ്ഡിതന്മാരും പൂർവീകരായ നമ്മുടെ ആൾക്കാർ നട്ടുപിടിപ്പിച്ച മരത്തിന്ന് മാങ്ങയൊക്കെ നല്ലോണം കടിച്ച് വലിച്ച് രുചിച്ച് ആസ്വദിച്ചിട്ട് AC റൂമിൽ കുത്തിരുന്നിട്ട് പറയണത് പണ്ടത്തെ മുജാഹിദീങ്ങൾ ഇപ്പോഴത്തെ മുജാഹിദീങ്ങൾ ഇതിനൊക്കെ എതിരാണ്. എന്നിട്ട് ഒരു 4 ആൾ ഒന്നാകെ ഒരു മരത്തിന്റെ തൈ താങ്ങി പിടിച്ച ആണും പെണ്ണും ഒക്കെ കൂടിയിട്ട് ഒരു റോട്ടിന്റെ നടുക്കൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കൊഴിച്ചിട്ട് അപ്പൊ ഫോട്ടോ ക്ലിക്ക്. ഇങ്ങനെ ഉണ്ട് ഇസ്ലാമിലൊരു പരിപാടി. മരം നട്ടോ ആർക്കാ ഇവിടെ ഇതിന്? പക്ഷേ ഇവിടെ അത് ഇസ്ലാമിലെ എല്ലാ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എല്ലാം നടത്താൻ ഇവിടെ ഒരുപാട് സംഘടനകളുണ്ട്. അതൊന്നും നമ്മൾ നടത്തണ്ട എന്നല്ല, അതൊക്കെ അവരുമായിട്ട് സഹകരിച്ചോ അല്ലാതെയൊക്കെ ചെയ്തൂടെ. പക്ഷേ നമ്മൾ മാത്രം പറയുന്ന, മുജാഹിദുകളുടെ സ്റ്റേജുകളിൽ നിന്ന് മാത്രം ഉയർന്നു കേൾക്കുന്ന ഈ നിലക്കുള്ള ഈ ശബ്ദങ്ങളെങ്ങാനും ഇവിടെ നിലച്ചുപോയാൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് തൗഹീദിലേക്കും സുന്നത്തിലേക്കുമുള്ള വിളി മുജാഹിദ് പ്രസ്ഥാനം നിർത്തിവെച്ചാൽ അത് ഏറ്റെടുക്കാൻ ഇവിടെ ആരാ ഉള്ളത്? ആരെങ്കിലും ഏറ്റെടുക്കാണ്ടെങ്കിൽ നമ്മൾ ഈ പണി അന്ന് നിർത്തും. അവരുടെ പിന്നാലെ കൂടിക്കൊടുക്കും. പണ്ടൊരിക്കൽ ഓർക്കുന്നു, ഈ 92 റിസാലയിൽ ഈ കള്ളചാരങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിന്റെ പിന്നാലെ പോകുന്ന ആളുകളെ, ഈ നേർച്ചയിൽ അനാചാരങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളെ മുക്കാലിയിൽ കെട്ടിയിട്ട് അടിക്കണം എന്നൊരു പത്രം എഴുതി. അപ്പൊ ഇപ്പോഴും ഞാനത് ഓർക്കുന്നത് 92 എഴുതിയത്. അന്ന് AP അബ്ദുൽ ഖാദർ മൗലവി, ഹിദുവത്തിന്റെ ഇപ്പോൾ ജനറൽ സെക്രട്ടറി AP അബ്ദുൽ ഖാദർ മൗലവി ഇപ്പോഴും ഓർക്കുന്നത്, നാദാപുരം പള്ളിയുടെ ഉദ്ഘാടന യോഗത്തിൽ വെച്ച് അദ്ദേഹം പ്രസംഗിച്ചു, കൂട്ടരെ മുക്കാലി ഞങ്ങളെ വക ഫ്രീ തരാ, അടി നിങ്ങൾ കടത്തിക്കൊള്ളി എന്ന് പറഞ്ഞാൽ എന്താ? നല്ല കാര്യത്തിന് വേണ്ടി ആര് മുന്നിട്ടിറങ്ങിയാലും അതിന്റെ മുൻപന്തിയിൽ ഞങ്ങൾ ഉണ്ടാവും. അതാ നമ്മുടെ പരിപാടി. ഇത് ഏറ്റെടുക്കാൻ ആരും തയ്യാറായിട്ടില്ല. മറ്റുള്ളതൊക്കെ ഏറ്റെടുത്തു. അനാഥശാല പ്രസ്ഥാനം ഏറ്റെടുത്തു, സ്ത്രീ വിദ്യാഭ്യാസം ഏറ്റെടുത്തു, ജീവകാരുണ്യ പ്രവർത്തനം ഏറ്റെടുത്തു, എയ്ഡ്സിനെതിരെയുള്ള ക്യാമ്പയിൻ ഏറ്റെടുത്തു, മദ്യത്തിനെതിരെയുള്ളത് ഏറ്റെടുത്തു. ഇപ്പൊ ഒരു കൂട്ടര് തൗഹീദ് ക്യാമ്പയിനും പറയുന്നുണ്ട്. പക്ഷേ അത് ഏത് തൗഹീദാറിയോ? അത് ഇവിടെ ജാറം മുളപ്പിക്കണ തൗഹീദാ. അവിടെ നമ്മളത് വിടുന്നില്ല. പ്രിയപ്പെട്ടവരെ, മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവർ തമ്മിലടിച്ചു തീരും. അവരുടെ ശവക്കല്ലറയിൽ അവസാനത്തെ ആണിയും അടിച്ചിരിക്കുന്നു എന്ന് മനപ്പായസം ഉണ്ണുന്ന ഏതെങ്കിലും സാധാരണക്കാരല്ല, സാധാരണക്കാർക്ക് അങ്ങനെ ഒരു പൂതിയില്ല. പുരോഹിതന്മാരുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരോട് പറയട്ടെ, ആ വെള്ളം അടുപ്പത്ത് നിന്ന് വാങ്ങിവെച്ചേക്കുക. ഇതിവിടെ ശക്തമായി മുന്നേറും. ഈ ആദർശ പ്രബോധന പ്രചരണ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ ശക്തമായി തന്നെ മുന്നേറും. ചില ആൾക്കാർ പറയുന്നുവെന്ന്, മുജാഹിദീങ്ങൾക്ക് ഇപ്പൊ ഞങ്ങൾ വയലു പറഞ്ഞ് തറാവീഹ് എത്രയും ആകാമെന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിലൊരു വിഭാഗം ഇപ്പൊ ഞങ്ങളെ കൂടെ കൂടിയിട്ട് ഇനി ഒരു 4 കാരണന്മാർക്ക് കൂടി തോന്നിയാ ഞങ്ങൾ രക്ഷപ്പെട്ട്, ഞങ്ങളിപ്പോ തൽക്കാലം രക്ഷപ്പെടണ്ട. അങ്ങനെ തോന്നൂല. റസൂലുള്ളാഹിയുടെ ചര്യയിൽ അത് അധിഷ്ഠിതമായി തന്നെ മുന്നേറും. ആർക്കെങ്കിലും തോന്നിയോ അവരങ്ങ് പോയി, അവരങ്ങ് പോകട്ടെ. ആദർശബോധമുള്ള ഒരൊറ്റ കുട്ടിയും
അതിന്റെ കൂടെ കൂടുകയില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് പ്രതീക്ഷയുണ്ട്, നമ്മുടെ സുഹൃത്തുക്കളാണ് അവര്, നമ്മളോടൊപ്പം വേദി പങ്കിട്ടവരാണ്, നമ്മളോടൊപ്പം പള്ളിയിൽ പങ്കെടുക്കുന്നവരാണ്. അവർ തിരിച്ചു വരും ഇൻഷാ അല്ലാഹ്. ഇപ്പൊ എന്തോ തെറ്റിദ്ധരിച്ചുകൊണ്ട് മാറിപ്പോയിരിക്കുകയാണ്. അവർ വരും, മടങ്ങി വരും, തിരുത്തും, തിരുത്തപ്പെടും എന്നതിൽ യാതൊരു സംശയവുമില്ല ഇൻഷാ അല്ലാഹ്. അതിന്റെ അലയൊലികൾ, അതിന്റെ അടയാളങ്ങൾ രാജ്യത്തൊട്ടാകെ, ഇന്ത്യക്കകത്തും പുറത്തും, വിദേശ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ കാണുന്നുണ്ട്. പക്ഷെ